അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാജ്യത്തിന്റെ സൈബർ ലോകത്തിന് ഇനി സൈബർ കമാൻഡോ സുരക്ഷയും. ഇന്ത്യയിലെ ആദ്യ സൈബർ കമാൻഡോ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു. കോട്ടയത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് 30-അംഗ ബാച്ചിന് പരിശീലനം നൽകിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ എന്ന I4C ആണ് 6 മാസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകൾക്ക് പരിശീലനം നൽകാനാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യയുടെ സൈബർ സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തിക്കൊണ്ട് സൈബർ കമാൻഡോകളുടെ ആദ്യ ബാച്ച് പരിശീലനം പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 10-ന് ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ സ്ഥാപക ദിനാഘോഷ വേളയിലാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ സൈബർ കമാൻഡോ സംരംഭം അവതരിപ്പിച്ചത്. രാജ്യത്തെ 2 IITകളും കോട്ടയം IIITയും അടക്കം രാജ്യത്തെ 8 സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് I4C പരിശീലന പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. വിവിധ ബാച്ചുകളിലായി അടുത്ത 5 വർഷത്തിനുള്ളിൽ 5000 സൈബർ കമാൻഡോകളെ പരിശീലിപ്പിക്കാനാണ് സംരംഭം ലക്ഷ്യമിടുന്നത്. കോട്ടയം IIITയിൽ നിന്നും 6 മാസം നീണ്ടുനിന്ന പരിശീലനം പൂർത്തിയാക്കിയ 30 സൈബർ കമാൻഡോകളുടെ പാസിംഗ് ഔട്ട് ചടങ്ങ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയിലും മറ്റു സുരക്ഷാ ഏജൻസികളിലും ജോലി ചെയ്യുന്ന സൈബർ സുരക്ഷയിൽ അഭിരുചിയുള്ള ഉദ്യോഗസ്ഥരെയാണ് അഖിലേന്ത്യാ തലത്തിൽ നടന്ന പരീക്ഷയിലൂടെ പരിശീലനത്തിനായി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്ത് നടന്ന പാസിംഗ് ഔട്ട് ചടങ്ങിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. Now, why do you require cyber commandos? We all know the world that we are living in. Gone are the days of crimes in the physical world. Now, every day, the whole paradigm of crime is changing from the physical world to the digital world. We all know that. If you look at crime 30 years down the line when I came into service, it was all physical. But now it is in all physical crimes also, we have a lot of digital things coming up. And if you look at from the country point of view, we have threats from everywhere. It's a very threatened world in the digital landscape now. And with the new disruptive technologies that are coming up, the new things that we are hearing, AI and machine learning, all the new concepts that are coming up is making this thing more vulnerable. We don't know what is going to come up in the near future. That's why, as Rajesh mentioned, it's not just a endpoint that you have passed as a cyber commando. It's just a beginning for you. You have been trained, you are the elite force now, but this training has to continue because the threats that we are going to face are just going to get more complicated, more difficult to handle. So it's a continuous learning process. You need to understand, in a physical world, the commando, what he has to maintain his physical skills also. He has to continuously train. Every day he has to go and do whatever physical training he has to do. Then only he can remain a commando. Otherwise he will be not fit for his job. Similar is your thing also. And your task is even more difficult because you will have to learn new things every day. It's not just practicing on your own skills. You have to learn new skills because the threats keep on changing in the digital world. So that is the most important factor that you need to understand also as cyber commandos. ഇന്ത്യയുടെ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക നീക്കമാണിതെന്ന് കോട്ടയം IIIT രജിസ്ട്രാർ M. രാധാകൃഷ്ണൻ പറഞ്ഞു. അടുത്ത തലമുറയിലെ സൈബർ പ്രതിരോധ വിദഗ്ധരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പരിപാടിയായി സൈബർ കമാൻഡോ സംരംഭം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ടോട്ടലി 8 സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലുള്ള ഈ ഫസ്റ്റ് ബാച്ച് 230 പേരെ നമുക്ക് എടുത്തിട്ടുള്ളൂ. ആ 8 സ്ഥാപനങ്ങളിൽ 2 IITs ഉള്ളൂ, പിന്നെ ഒരു IIIT കോട്ടയമാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം NFSU അതുപോലുള്ള MHയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അത് കഴിവിനുള്ള അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് IIIT കോട്ടയം മനസ്സിലാക്കി സൈബർ സെക്യൂരിറ്റി അതുപോലെ എമർജിങ് ഏരിയയിലാണ് നമ്മളിനി കോഴ്സ് കൊടുക്കേണ്ടത്. നരേന്ദ്രമോദി സാറിൻ്റെ ഒരു പ്രത്യേക ഒരു വിഷനായിരുന്നു. ആ വിഷനിൽ 5000 സൈബർ കമാൻഡോസിനെ ട്രെയിൻ ചെയ്യണം 3 വർഷം കൊണ്ടെന്നാണ് പ്ലാൻ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വിവരം പ്രകാരം I4C എഗെയിൻ നാഷണൽ ലെവൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ ആൾക്കാരൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് 2 ബാച്ച് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ബാച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ
ഡെവലപ്മെൻറ്റും അഡീഷണൽ ഫാക്കൽറ്റി റിക്വയർമെൻറ്റ് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാം ഡെയിലി ഇവോൾവിംഗ് ആണല്ലോ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ചേഞ്ചസ് വരുത്തേണ്ടി വരും. ബട്ട് വി ആർ ഫുള്ളി എക്യുപ്ഡ് ഫോർ ദാറ്റ്. 2 ബാച്ച് ഒരു 70-75 കുട്ടികൾ എന്തായാലും അത്രയും സൈബർ കമാൻഡോസ് വരും. അത് ട്രിപ്പിൾ ഐ ടി കോട്ടയത്തിന് മാത്രമല്ല കേരള പോലീസിനും കൂടെ ഉള്ളൊരു അംഗീകാരമാണ്. കാരണം നമ്മൾ ആദ്യത്തെ 5 ബാച്ചിനെ ഒരു 30 പേരെ വെച്ച് 5 ബാച്ച് കേരള പോലീസ് നമ്മളോട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അംഗീകാരം തന്നെയാണ്. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കൽ, എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്, പെനട്രേഷൻ ടെസ്റ്റിംഗ് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സൈബർ കമാൻഡോ പരിശീലനം. പൊതു സ്വകാര്യ മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇവർക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റും പരിശീലന പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്നു. ദ്രുതഗതിയിൽ ഡിജിറ്റൈസ് ചെയ്യപ്പെടുന്ന ലോകത്ത് ദേശീയ സുരക്ഷയോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് സൈബർ കമാൻഡോ പരിപാടി അടിവരയിടുന്നത്. സൈബർ ഭീഷണികൾക്കെതിരെ ഇന്ത്യയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ദേശീയ ദൗത്യത്തിന്റെ ഭാഗമാണിത്. വർദ്ധിച്ചുവരുന്ന സൈബർ വെല്ലുവിളികളെ നേരിടാൻ ഒരു പ്രത്യേക സൈബർ കമാൻഡോ സേനയെ സജ്ജമാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. സൈബർ സുരക്ഷയിൽ ആഗോളതലത്തിൽ ഒരു നേതാവാകുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ സംരംഭം. ആധുനിക നിയമനിർവഹണ സംവിധാനങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന കർശനവും ഉയർന്ന നിലവാരമുള്ളതുമായ പരിശീലനത്തിലൂടെ വലിയൊരു മാറ്റത്തിനാണ് ഈ സംരംഭം നേതൃത്വം നൽകുന്നത്. 6 മാസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ സൈബർ സുരക്ഷാ വിദഗ്ധർ രൂപകൽപ്പന ചെയ്ത സമഗ്ര പരിശീലന മൊഡ്യൂളുകൾ ഉൾപ്പെടുന്നു. എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്, ത്രെറ്റ് ഇന്റലിജൻസ്, മറ്റ് നൂതന സൈബർ സുരക്ഷാ നടപടികൾ എന്നിവയിൽ ഉദ്യോഗസ്ഥർക്ക് പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ നിയമങ്ങൾ, IoT സുരക്ഷ, മാൽവെയർ വിശകലനം, ക്രിപ്റ്റോ കറൻസി ഭീഷണികൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നു. സൈബർ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും യഥാർത്ഥ ലോകത്തിലെ സൈബർ സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിനും ആവശ്യമായ പ്രായോഗിക പരിശീലനം പരിപാടി ഉറപ്പാക്കുന്നു. സങ്കീർണമായ സൈബർ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രാപ്തരാക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളിലുള്ള പരിശീലനം ഈ പരിപാടി ഉറപ്പാക്കുന്നുണ്ട്. When we talk about ethical hacking, it is all about using the tools and then using the same attack methodologies what the hackers would do on the real infrastructure. We would also do the same thing but for a good cause. So we would actually use the same tools and the same approaches what the bad actors are performing on any infrastructure or any kind of digital assets. We will do that and we will just identify the list of vulnerabilities and what are all the possible attacks that can be executed on a digital infrastructure and what information can be leaked onto the internet. So we do it for a good cause and then from there on that can be secured even before it got leaked on the internet. So that is an aspect of penetration testing. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ സുരക്ഷാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ സൈബർ കമാൻഡോകൾ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയുടെ സൈബർ സുരക്ഷാ ചട്ടക്കൂടിനെ പരിവർത്തനം ചെയ്യുന്നതിൽ സർക്കാർ അക്കാദമിക് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം കൂടി അടിവരയിടുന്നതാണ് സൈബർ കമാൻഡോ സംരംഭം. TB നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി ലോകം എല്ലാ വർഷവും മാർച്ച് 24-ന് ക്ഷയരോഗ ദിനം ആചരിക്കുന്നു. 1882-ൽ ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. ആഗോള സമൂഹത്തോടൊപ്പം 1982 മുതൽ ഇന്ത്യയും ഈ ദിനം ആചരിച്ചു വരുന്നു. അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം. പ്രതിബദ്ധത, നിക്ഷേപം, വാതിൽപ്പടി സേവനം എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷയരോഗ ദിന സന്ദേശം. ദിനാചരണത്തോടനുബന്ധിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ന്യൂഡൽഹിയിൽ ലോക ക്ഷയരോഗ ദിന ഉച്ചകോടിയും സംഘടിപ്പിച്ചു. 2025ഓടെ ക്ഷയരോഗം ഇല്ലാതാക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യങ്ങളിൽ ഒന്നാണ്. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി പ്രകാരം വിപുലമായ രോഗനിർണയം, നൂതന നയങ്ങൾ, സ്വകാര്യ മേഖല പങ്കാളിത്തം, രോഗിക്ക് പ്രഥമ പരിഗണന എന്ന സമീപനം എന്നിവയിലൂടെ ഇന്ത്യ അതിന്റെ ക്ഷയരോഗത്തിനെതിരായ ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തോതിൽ TB കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, മികച്ച രോഗനിർണയം, രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം, ശക്തമായ ബഹുമേഖലാ സഹകരണം എന്നിവയാണ് ദൗത്യത്തിന്റെ പ്രധാന ഘടകങ്ങൾ. 2020-ൽ പുതുക്കിയ ദേശീയ ക്ഷയരോഗ നിയന്ത്രണ പരിപാടിയെ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി എന്ന് പുനർനാമകരണം ചെയ്തു. 2030-ൽ TB നിർമ്മാർജ്ജനം എന്ന ആഗോള ലക്ഷ്യത്തിന് 5 വർഷം മുമ്പ് 2025ഓടെ ക്ഷയരോഗം ഇല്ലാതാക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. 2015-ൽ 15 ലക്ഷമായിരുന്ന TB കേസുകളുടെ എണ്ണം
2023 വെറും 2.5 ലക്ഷമായി കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചത് വലിയ നേട്ടമാണ്. ക്ഷയരോഗത്തിനെതിരെ പോരാടുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി പ്രകാരം ക്ഷയരോഗ കേസുകളുടെ നിരക്ക് ഏകദേശം 17.7% കുറഞ്ഞു. 2015 1 ലക്ഷം പേരിൽ 237 കേസുകളിൽ നിന്ന് 2023 195 ആയി. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട മരണങ്ങളും കുറഞ്ഞു. 1 ലക്ഷം പേരിൽ 28 എന്നത് 22 ആയി കുറഞ്ഞു. NTEP പ്രകാരം ഇന്ത്യ മെച്ചപ്പെട്ട ഔഷധ പ്രതിരോധ ശേഷിയുള്ള TB ചികിത്സകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ സുരക്ഷിതവും ഹ്രസ്വവുമായ ഓറൽ ബെഡാക്യുലിൻ ചികിത്സാരീതി ഉൾപ്പെടുന്നു. ഇത് ചികിത്സാ വിജയനിരക്ക് 2020 68% നിന്ന് 2022 75% ഉയർത്തി. BPAM ചികിത്സാരീതി മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർക്യുലോസിസ് ചികിത്സയിൽ 80% വിജയകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇത് ചികിത്സ 6 മാസമായി കുറയ്ക്കുന്നു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഘടകങ്ങളിലൊന്നായ പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാൻ ക്ഷയരോഗികളെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി സമൂഹങ്ങളെയും ബിസിനസ്സുകളെയും സ്ഥാപനങ്ങളെയും ഒന്നിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ചികിത്സാ ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ ക്ഷയരോഗ നിർമ്മാർജ്ജന ലക്ഷ്യവേഗത്തിൽ കൈവരിക്കുന്നതിനും പോഷകാഹാരം, രോഗനിർണയ, തൊഴിൽ പിന്തുണ നൽകുന്നതിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ക്ഷയരോഗികൾക്ക് പോഷകാഹാര പിന്തുണ നൽകുന്നതിനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് സോഴ്സിംഗ് സംരംഭമായും പ്രധാനമന്ത്രി TB മുക്ത് ഭാരത് അഭിയാനെ പരിഗണിക്കപ്പെടുന്നു. വെബ് അധിഷ്ഠിത രോഗനിരീക്ഷണ മാനേജ്മെന്റ് സംവിധാനമാണ് നിക്ഷയ് പോർട്ടൽ. NIC, ലോകാരോഗ്യ സംഘടന എന്നിവയുമായി സഹകരിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള TB വിഭാഗം വികസിപ്പിച്ചെടുത്ത ഇത് പൊതു സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകരെ TB കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനും പരിശോധനകൾക്കും ചികിത്സ രേഖപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും കേസുകൾ കൈമാറ്റം ചെയ്യുന്നതിനും സഹായിക്കുന്നു. സർക്കാരിന് തത്സമയ ഡാറ്റ റിപ്പോർട്ട് ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ദേശീയ TB നിരീക്ഷണ സംവിധാനമായും ഇത് പ്രവർത്തിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം കൈവരിക്കുന്നതിന് അചഞ്ചലമായ പ്രതിബദ്ധത ഉറപ്പിക്കുന്നതായിരുന്നു ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ലോക ക്ഷയരോഗ ദിന ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി JP നദ്ദ നടത്തിയ അഭിസംബോധന. മൊബൈൽ എക്സ്റേ യൂണിറ്റുകൾ, മുൻകൂട്ടി തയ്യാറാക്കിയ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വിന്യസിക്കുന്നതിനുള്ള 100 ദിവസത്തെ തീവ്രമായ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന്റെ തന്ത്രത്തെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. हम जानते हैं कि TB मुक्त भारत की यात्रा में we have seen lot of ups and downs, upheavals. We all know that it was in 2018 that Prime Minister Modi decided that we will eliminate tuberculosis in the year 2025. And we went on that very pace. But we all know that in 2020, the world faced a pandemic, and India also faced the same pandemic. हम भी उससे अछूते नहीं रहे और लगभग 2 साल सभी लोगों को उस पेंडेमिक से लड़ने में आप सब लोगों ने पूरी ताकत लगाई. लेकिन उसके बावजूद भी प्रधानमंत्री मोदी जी का कमिटमेंट, और जब SDG गोल्स 2030 तक है, फिर भी प्रधानमंत्री मोदी जी ने कहा नो, वी कैन डू इट, वी विल डू इट एंड वी हैव टू डू इट. ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ മറികടക്കുന്നതിനും വിദൂര പ്രദേശങ്ങളിൽ സുപ്രധാന സ്ക്രീനിങ്ങും രോഗനിർണയ സേവനങ്ങൾ എത്തിക്കുന്നതിനും ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സഹായമായിട്ടുണ്ട്. 13.46 ലക്ഷത്തിലധികം കമ്മ്യൂണിറ്റി സ്ക്രീനിങ്ങുകളും അവബോധ ക്യാമ്പുകളും ജില്ലകളിൽ സംഘടിപ്പിച്ചു. ഇതുവഴി TB നിർമ്മാർജ്ജന ലക്ഷ്യത്തിനായുള്ള അവശ്യ സേവനങ്ങൾ ജനങ്ങളുടെ വീട്ടുപടിക്കൽ നേരിട്ടെത്തിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ക്ഷയരോഗ ചികിത്സാ പരിധി 59% നിന്ന് 85% വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 12.97 കോടി ആളുകളെ TB പരിശോധനയ്ക്ക് വിധേയരാക്കിയതായും 7.19 ലക്ഷം പുതിയ കേസുകൾ കണ്ടെത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഈ വിജയങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യവ്യാപകമായി ക്യാമ്പയിൻ വ്യാപിപ്പിക്കാനുള്ള മന്ത്രാലയത്തിന്റെ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. TB ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ ജില്ലകളെയും ഉൾപ്പെടുത്തി TB നിർമ്മാർജ്ജന ക്യാമ്പയിൻ കൂടുതൽ വിപുലീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. 22 പ്രധാന മന്ത്രാലയങ്ങളും 30,000-ലധികം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും
100 ദിവസത്തെ പ്രചാരണത്തെ പിന്തുണച്ചു. 1,05,181 പുതിയ നിക്ഷയ് മിത്രങ്ങൾ രജിസ്റ്റർ ചെയ്തു. പൊതു ലക്ഷ്യത്തിനായി അണിനിരത്തി ടിബിക്കെതിരായ പോരാട്ടം ഒരു കൂട്ടായ ദൗത്യമാണെന്ന പ്രഖ്യാപനമായിരുന്നു ഇത്. ടിബി കേസ് കണ്ടെത്തൽ മെച്ചപ്പെടുത്തുന്നതിനും രോഗനിർണയ കാലതാമസം കുറയ്ക്കുന്നതിനും സമയബന്ധിതമായ ചികിത്സ ആരംഭിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയതായിരുന്നു അടുത്തിടെ സമാപിച്ച 100 ദിന തീവ്ര ടിബി നിർമ്മാർജ്ജന ക്യാമ്പയിൻ. ടിബി ഗവേഷണത്തിന് ആഗോളതലത്തിൽ തന്നെ ധനസഹായം നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ICMR ഇതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു. കോവിഡ് മഹാമാരി സമയത്ത് ഉപയോഗിച്ചിരുന്ന RT-PCR മെഷീനുകൾ പോലുള്ള ചില നൂതന ആശയങ്ങൾ ഇതിൽ സുപ്രധാനമാണ്. ഇവ ടിബി സ്ക്രീനിംഗിൽ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമാണ്. അതുപോലെ ICMR വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ ടിബി കണ്ടെത്തുന്നതിനുള്ള ചെലവ് കുറയ്ക്കുക മാത്രമല്ല, ഒറ്റയടിക്ക് 32 പരിശോധനകൾ നടത്തി കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ക്ഷയരോഗമുക്ത് ഭാരത് അഭിയാൻ വിവിധ ഘട്ടങ്ങൾ രേഖപ്പെടുത്തിയ ഡിജിറ്റൽ പുസ്തകം ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികൾക്ക് സമയബന്ധിതവും ഫലപ്രദവുമായ പരിചരണം ഉറപ്പാക്കാൻ ഗൈഡൻസ് ഡോക്യുമെന്റ് ഓൺ ഡിഫറൻഷിയേറ്റഡ് ടിബി കെയർ എന്ന മാർഗരേഖയും പുറത്തിറക്കി. 2025ഓടെ ക്ഷയരോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇന്ത്യ വലിയ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി അതിലെ ഒരു ഘടകമാണ്. പ്രധാനമന്ത്രി ടിബി മുക്ത് ഭാരത് അഭിയാൻ, നിക്ഷയ് പോഷൺ യോജന തുടങ്ങിയ പ്രധാന സംരംഭങ്ങൾ സമൂഹ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും പോഷകാഹാര പിന്തുണ ഉറപ്പാക്കുകയും ചികിത്സ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നിക്ഷയ് പോർട്ടൽ നിരീക്ഷണവും രോഗീ പരിചരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഈ നേട്ടങ്ങൾ കൂടുതൽ മുന്നോട്ടു പോകാൻ വർദ്ധിച്ച നിക്ഷേപങ്ങളും നവീകരണവും പങ്കാളിത്തവും ആവശ്യമാണ്. ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച പ്രതിബദ്ധതയോടെ ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു ആഗോള മാതൃകയായി മാറാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് യുവജനത. 2047ഓടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ യുവജനതയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. ഭാവി ഭാരതത്തെ രൂപപ്പെടുത്തുന്നതിൽ കൂടുതൽ യുവജന പങ്കാളിത്തം വേണമെന്ന പ്രധാനമന്ത്രിയുടെ ദർശനത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല മത്സരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നു. വിജയികൾ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയതല മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. 2047ഓടെ വികസിത രാജ്യമാക്കുക എന്ന പ്രയാണത്തിലാണ് രാജ്യം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം, സുസ്ഥിര പുരോഗതി, ഫലപ്രദമായ ഭരണം എന്നിവയാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ. രാജ്യവികസനത്തിൽ യുവജനതയുടെ സജീവ പങ്കാളിത്തമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന ചാലക ശക്തികൾ. അതുകൊണ്ടാണ് യുവശക്തി മാറ്റത്തിന്റെ ഏജന്റും ഗുണഭോക്താക്കളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചത്. ഇത് മുൻനിർത്തി യുവതലമുറയുടെ സർഗാത്മകത, ഊർജം, ആശയങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കാനുള്ള വേദി ഒരുക്കുകയാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംരംഭം. യുവജനതയുടെ സൃഷ്ടിപരമായ ഊർജവും കഴിവുകളും പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം നടത്തിവരുന്ന നിരവധി സംരംഭങ്ങളിൽ ഒന്നാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. നെഹ്റു യുവകേന്ദ്ര സംഘാതൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കാര്യവട്ടം സായി ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ സംഘടിപ്പിച്ച വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കൊളോണിയൽ ചിന്തകളിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യ ഗൗരവകരമായ ശ്രമമാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന്റെ ആത്മാവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷുകാർ വരുമ്പോൾ 89% സാക്ഷരതാ നിരക്ക് ബ്രിട്ടീഷുകാർ പോയപ്പോൾ 24% എന്ന നിലയിലെത്തിയെന്നും ഗവർണർ പറഞ്ഞു. സാമ്പത്തിക പുരോഗതി മാത്രമല്ല, രാജ്യത്തിന്റെ സമഗ്ര വികസനമാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന യുവതലമുറയുടെ സമ്പൂർണ്ണ വികസനം എന്നതാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തത്. 1 ലക്ഷം യുവജനതയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടും അദ്ദേഹം വിശദീകരിച്ചു. നല്ല ഉദ്ദേശങ്ങൾ നല്ല നേതൃത്വം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പമാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസന യാത്രയുടെ കാതൽ. അത് തന്നെയാണ് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നമ്മുടെ രാജ്യം ലോകത്ത് ഒന്നാമതാകണം എന്നതാണ് വികസിത ഭാരതത്തിനായുള്ള കാഴ്ചപ്പാട്. യുവതയാണ് രാജ്യത്തിന്റെ നിർമ്മാതാക്കളും നേതാക്കളും ജേതാക്കളെന്നും ഗവർണർ പറഞ്ഞു. And that is how we have to develop. I again tell you, it is not developed. Vikasit Bharat is not an economic concept at all. It is the development of our country, our people, our society in all the ways.
what she was telling us is a Samagra Kranti, Samagra Vikas, all round development. It has to be in education, it has to be in industry, it has to be in society's ethos, it has to be in culture, it has to be in sports, IT, anything, economy. We will be leader, we will be number one in the world. സംസ്ഥാനതല മത്സരത്തിൽ കൊല്ലം സ്വദേശി സൂര്യഗായത്രി 1ാം സ്ഥാനവും പത്തനംതിട്ട സ്വദേശികളായ അർജുൻ എസ് നായർ 2ാം സ്ഥാനവും പത്മ എസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയതല മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഇവർ പങ്കെടുക്കും. പരിപാടിയിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ മോഹൻ കുന്നുമേൽ, LNCP പ്രിൻസിപ്പൽ ആൻഡ് റീജിയണൽ ഹെഡ് ഡോക്ടർ ജി കിഷോർ, നെഹ്റു യുവകേന്ദ്ര സ്റ്റേറ്റ് ഡയറക്ടർ M അനിൽകുമാർ, നാഷണൽ സർവീസ് സ്കീം റീജിയണൽ ഡയറക്ടർ YM ഉപ്പിൻ, ജില്ലാ യൂത്ത് ഓഫീസർ സന്ദീപ് കൃഷ്ണൻ P എന്നിവർ പ്രസംഗിച്ചു. 4 ജില്ലകളിലായി നടന്ന ജില്ലാതല മത്സരത്തിൽ വിജയിച്ച 38 വിജയികളാണ് സംസ്ഥാനതല മത്സരത്തിൽ മാറ്റുരച്ചത്. പരിപാടിയിൽ വിജയികളായവരെ രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുമോദിച്ചു. ദേശീയതല മത്സരത്തിനായി വിജയികൾ ഈ മാസം 31-ന് ന്യൂഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. വികസിത ഭാരതം എന്ന ആശയം പോലും പ്രചോദനമാണെന്നും ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും മത്സര വിജയികൾ അഭിപ്രായപ്പെട്ടു. ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, വികസിത് ഭാരത്. കാര്യം ഒരു യൂത്ത് എന്നുള്ള നിലയിൽ എൻ്റെ കുറച്ച് ഐഡിയാസ് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റി. ഇനി കൂടുതൽ പാർലമെൻറ്റിൽ പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയുടെ പാർലമെൻറ്റ് ഇതുവരെ കണ്ടിട്ടില്ല, ഡൽഹിയിൽ പോയിട്ട് പോലും ഇല്ല. അപ്പോൾ അത് ആദ്യമായിട്ട് കിട്ടുന്നൊരു അവസരമാണ്. ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒരുപാട് എക്സ്പീരിയൻസ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഇനി കാണുന്ന എല്ലാവരും ഉപയോഗപ്പെടുത്തുക. കാര്യം നിങ്ങളെ മനസ്സിലാക്കാനും ഒരുപാട് വായിക്കുവാനും അറിയുവാനും കഴിയുന്ന ഒരു അവസരം തന്നെയാണ്. അത് തീർച്ചയായും ഉൾപ്പെടുത്തുക. ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സിനും ജഡ്ജസിനും നല്ല ഫീഡ്ബാക്ക് തന്ന എല്ലാവർക്കും നന്ദി. വികസിത ഭാരതം എന്ന ആശയത്തെ മുൻനിർത്തി യുവാക്കളെ ഒരുമിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രസംഗ മത്സരം യുവാക്കൾക്ക് എപ്പോഴും ഒരു പ്രചോദനമാണ്. സംസാരിക്കുവാൻ, ഭാരതത്തെപ്പറ്റി സംസാരിക്കാൻ എന്നും ഒരു പ്രചോദനമാണ്. ഇനിയും അനേകം യുവാക്കൾ ഇതിനുവേണ്ടി അണിനിരക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ യങ് പീപ്പിളിനായിട്ട് അല്ലെങ്കിൽ യൂത്തിനായിട്ടുള്ളൊരു നല്ലൊരു ഡെലിബ്രേഷൻ പ്ലാറ്റ്ഫോമാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെൻറ്റിൽ. കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കോമ്പറ്റീഷന് വന്നത്. ഇപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്, അവിടെ നല്ലൊരു ഡിസ്കഷൻ, അത് 1 നേഷൻ 1 ഇലക്ഷനാണ് ടോപ്പിക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ഡിസ്കഷൻ അവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഐഡിയ എക്സ്ചേഞ്ച് ഒക്കെ അവിടെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതേപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളവരെയും കാണാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. യുവജനതയെ ശാക്തീകരിക്കുന്നതിനും രാജ്യവികസനത്തിൽ സജീവ പങ്കുവഹിക്കാൻ അവരെ സജ്ജരാക്കുന്നതിനും വേണ്ടിയുള്ള മികച്ച ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ്. വികസന രാഷ്ട്രീയ ചർച്ചകളിൽ ഇടപെടൽ വളർത്തുന്നതിലൂടെയും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും നൂതന ആശയങ്ങൾക്ക് വേദി ഒരുക്കിയും വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ യുവജനതയെ പ്രാപ്തരാക്കുകയാണ് ഈ സംരംഭം. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാന സംഭാവന നൽകുമെന്നത് തീർച്ചയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.